അതിപ്പോൾ നമ്മളിപ്പോൾ ബൈജുവേട്ടനോട് പറഞ്ഞു, ഇപ്പോൾ ലാൽ ചേട്ടനോട് പറഞ്ഞു. ഇപ്പം നമ്മളവിടെ ചെന്ന് കഴിക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ ഈ ക്രൂവിലുള്ള പല ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം കുറേ ദിവസം പല ഹോട്ടലിൽ പോയിട്ട് ട്രൈ ചെയ്തു. പക്ഷേ നമുക്കങ്ങ് ഡൈജസ്റ്റ് ആയില്ല, മനസ്സിനൊരു തൃപ്തി വന്നില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഭക്ഷണം എന്നുള്ള കാര്യം നമ്മളത് എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ച് നമ്മളത് കഴിച്ച്. പക്ഷേ ഇതിന് മുമ്പ് അങ്ങനെ ഓഡീഷൻസ് ഒന്നും വേറെ അറ്റൻഡ് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. നമുക്ക് സിനിമയായിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പം പിന്നെ സിനിമയായിട്ട് ബന്ധമില്ല. പിന്നെ ഇപ്പം ഒരു സിനിമയുടെ ഓഡീഷൻ നടക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയാനോ അങ്ങനെയുള്ള ഒരു സോഴ്സോ ഒന്നും നമ്മുടെ ചുറ്റുപാടും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സർക്കിൾ അല്ലായിരുന്നു എൻ്റെ സർക്കിൾ. അപ്പം ആരും സിനിമയായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഓഡിഷൻ കോളൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. പക്ഷെ എനിക്ക് ഈ ഒരു മൂവിയിലേക്കുള്ളൊരു എൻട്രി അത് എത്രത്തോളം ഈ ഒരു ജേർണീനെ ചേട്ടാ, ഇപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പം ഓരോ സിനിമകളെടുത്ത് നോക്കിയാലും അതിലെല്ലാം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ്. അപ്പം ആ ഒരു ജേർണി എങ്ങനെ മെഷർ ചെയ്യുന്നത്? അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങാണ് നമുക്ക് കിട്ടിയത് ലൈഫിൽ. അപ്പോൾ പിന്നെ അത് നമ്മൾ മലയാള സിനിമയുടെ ഭാഗമാവുന്നു, അതിൻ്റെ പാട്ടാവുന്നു. ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാതെ തന്നെയാണ് നമുക്ക് ഓരോ ക്യാരക്ടർ. കുരുടി കഴിഞ്ഞിട്ട് ഇപ്പം തട്ടത്തിമറത്തിലും മജീദാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ആഷ്ലി ആണെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം എന്താ പറയുക, അവസാനം ഇപ്പോൾ പൂമ്പാറ്റ ഗിരീഷാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കേശവനാണെങ്കിലും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ എപ്പോഴും പ്രതീക്ഷിക്കാതെ നമുക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഗിഫ്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ദ ജേണിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് സന്തോഷമുണ്ട്. ഈ ജേണി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ പോട്ടെ. ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ നല്ല ക്യാരക്ടേഴ്സ് ഇനിയും കിട്ടട്ടെ എന്ന് മാത്രമേ മൈൻഡിൽ പറയുന്നുള്ളൂ. വേറെ എങ്ങോട്ടും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഓരോ മൂവീസ് ഞാൻ പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. എല്ലാം ഒരു മാർക്ക് നമുക്ക് എപ്പോഴും ഒരു മൂവി പറഞ്ഞാൽ അത്രയും നമ്മൾ മെമ്മറിയിൽ ഫീഡ് ചെയ്യുന്ന ഒരു തരം ക്യാരക്ടേഴ്സാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പം സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന ഒരാളാണ്. അപ്പം ആ ഒരു രീതിയിൽ ആരെയാണ് ഇപ്പം അങ്ങനെ ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ സപ്പോർട്ട് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ ആരോടെങ്കിലും ഒക്കെ സജഷൻസ് ചോദിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇൻഡസ്ട്രിയിലുണ്ടോ, അതോ ചേട്ടൻ്റെ ഓൺ ഡിസിഷനാണ്? ഇപ്പം എൻ്റെ പ്രൊഫഷൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യങ്ങളുടെ തീരുമാനമെല്ലാം ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ചിലപ്പം അവരൊക്കെ ആയിട്ട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും. എന്നാലും ഫൈനലി അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ ദോഷമായാലും രണ്ടായാലും രണ്ടിൻ്റെ ക്രെഡിറ്റ്സും എനിക്ക് തന്നെയാണ്. നമ്മൾ തന്നെ എല്ലാം ഏറ്റെടുക്കുന്നതല്ലേ? ആരാണ് ഏറ്റവും നല്ലതായിട്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നവർ? ചേട്ടൻ്റെ മൂവിയൊക്കെ കണ്ടതിന് ശേഷം ഫസ്റ്റ് ആ ഒരു ക്രിട്ടിക്സ് എവിടെ നിന്നാണ് വരുന്നത്? ക്രിട്ടിക്സ് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ വിളിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പോയി തീരുമാനമായി പറയാം. അപ്പോൾ പിന്നെ നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്. അതായത് അവർ പറയാറില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും നമ്മൾ എവിടെയോ എന്തോ പഴച്ചിട്ടുണ്ടെന്ന്. പിന്നെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറയും, അതായത് നല്ല സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്തൂടെ എന്നൊക്കെ പറയും. അമ്മയാണോ അച്ഛനാണോ? അമ്മയൊക്കെ പറയും. പിന്നെ പിന്നെ ഈ സിനിമ കാണുന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആയിട്ട് അവരൊക്കെ മെസ്സേജ് അയക്കും. അപ്പം ചിലർ പറയും, അതായത് ചില സിനിമകൾ ചില ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ വർക്കാവുള്ളൂ. അപ്പം ചില സിനിമകൾ നമുക്ക് ഇപ്പം എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ചില ഓഡിയൻസ് നമ്മുടെ അടുത്ത് നമുക്ക് മെസ്സേജ് അയക്കും, എന്തിനാ ചേട്ടാ ഇങ്ങനെ. വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്. അപ്പം ഓഡിയൻസ് തന്നെയാണ് ഏറ്റവും നല്ലൊരു ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. ശരിയാണ്. സുജിത്ത് ഈ സണ്ണി വെയിനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്?
പ്രത്യേകിച്ച് ട്രാൻസ്ഫോർമേഷൻ ഒന്നുമില്ല, അതൊരു പേരിന്റെ ചേഞ്ച് മാത്രമേ, രണ്ടും ഒരാളെ. ഈ മൂവിയിലേക്ക് വന്നതിന് ശേഷമാണോ ആ ഒരു? മൂവിക്ക് മുന്നേ എന്നെ വിളിക്കുന്നുണ്ട്. എനിക്കൊരു എന്താ പറയാ, ഫ്രണ്ട്സൊക്കെ വിളിക്കായിരുന്നു, സണ്ണി. അപ്പോൾ പിന്നെ ഈ ഫ്രണ്ട്സ് തന്നെയാണ് സിനിമ എടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ സിനിമയിൽ വന്നപ്പോൾ അതങ്ങനെ അങ്ങനെ 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 സണ്ണി അത് മെയിനായി. അതങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവുമോന്ന് അറിയില്ല. ഇനി വേറെ വല്ല ഫോമാറ്റിലേക്കല്ലേ? ഓരോ സമയത്ത് ഓരോ പിന്നെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മമ്മു എന്ന് പറഞ്ഞ് വിളിക്കായിരുന്നു. മമ്മൂക്കെ അനുകരിച്ചിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി. പിന്നെ ഓരോരുത്തരുടെ ലിസ്റ്റ് പോരുന്നുണ്ടല്ലേ, രണ്ടുപേരിലല്ല ഒതുങ്ങുന്നപ്പോ. അങ്ങനെ അങ്ങനെ ഓരോ പേരൊക്കെ ഇങ്ങനെ വിളിക്കായിരുന്നു. പിന്നെ പേരിലെന്തിരിക്കുന്നു. ഇനിയിപ്പോ ഈ ഒരു മേഖലയിൽ ആക്ടിങ് മാത്രമല്ലാതെ ഇപ്പം മ്യൂസിക് ഇങ്ങനെ ചെറിയ ചെറിയ എല്ലാ ഇങ്ങനെ കൈവച്ച് പോവാണല്ലോ. ഇനി ഏത് ഒരു മേഖലയിലോട്ടാണ് ഇനി ചേട്ടൻ്റെ ഫോക്കസ്? എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ? ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് ഇപ്പം ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു അതിമോഹം പോലെയാവും. കാരണം നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും സിനിമയെക്കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മനസ്സിലാഗ്രഹമുണ്ട്, പക്ഷേ ഒരിക്കലും അതൊരു ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രൊഫഷൻ. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടെന്നല്ല, അത്യാവശ്യം അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഒരു വിവരമെങ്കിലും വേണമല്ലോ. വെറുതെ നമ്മൾ സിനിമ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാം, അല്ലെ അത് ചെയ്യാം, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മൈൻഡ് വന്നിട്ടില്ല. എന്തോ ഒരു ഭയം എന്നല്ലേ. ഇപ്പൊ ഈ മൊബൈൽസ് വേറെ എന്തിനോടൊക്കെയാണ് ചേട്ടന് ക്രേസ് ഉള്ളത്? ഇപ്പം മൊബൈൽസ്, ചില ബ്രാൻഡഡ് പെർഫ്യൂംസ്, അതുപോലെ തന്നെ ഷർട്ട്സ്, അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ അങ്ങനെയുള്ള കളക്ഷൻസ് നോക്കുവാണെങ്കിൽ തന്നെ എന്തായിരിക്കും കൂടുതൽ വരിക? അങ്ങനെ ഇപ്പോൾ ഒരു ബ്രാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടൊന്നും ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂ അറൈവൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കും കൂടെ സ്യൂട്ടാണോ എന്ന് നോക്കണം ആദ്യം. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബ്രാൻഡ് കോൺഷ്യസും അല്ല, പക്ഷേ എൻ്റെ ബോഡിക്ക് ഫിറ്റാവുന്ന ഒരു നല്ലൊരു അത് വന്നു കഴിഞ്ഞാൽ ഞാനത് അപ്പോൾ പിക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇതിൻ്റെയും ബ്രാൻഡിനെ ഫോളോ ചെയ്ത് പോകുന്നില്ല? ഇല്ല, ഞാൻ തന്നെ സ്വയം ഒരു ബ്രാൻഡാണ്. എൻ്റെ തന്നെ ബ്രാൻഡ്സ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്താ പറയുക, ഗാഡ്ജറ്റ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ പുതിയ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ചാടി കയറി വാങ്ങുന്ന ശീലമൊന്നുമില്ല. ഇപ്പം ഐഫോൺ എന്ന് പറഞ്ഞ ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാനത് പെട്ടെന്ന് പോയി മേടിക്കുക, അങ്ങനത്തെ വട്ടുകൾ എനിക്ക് അധികം കുറവാണ്. പിന്നെ എന്താ പറയുക, മേടിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അത് എൻ്റെ ഒരു പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ടുള്ള സാധനമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഞാൻ ഇപ്പോൾ ഫോൺ മേടിക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ഇന്നാൾ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ മേടിച്ചത് എനിക്ക് 33 ഞാൻ അതൊക്കെ മേടിച്ച് നോക്കി. അത് മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. ഐ മീൻ ഇടയ്ക്ക് ഞാനിങ്ങനെ കാരണം എനിക്കിങ്ങനെ ഹാൻഡി ആവണം. എനിക്ക് വലുത് എനിക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഫോൺസൊക്കെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ എന്താ പറയുക, ഇപ്പോഴും ഇപ്പം ഞാനങ്ങനെ ഒരു 2-3 ഫോൺ അങ്ങനെ മേടിച്ച് കണ്ടിട്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം നോക്കിയയുടെ പിന്നെ പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, ഇതേപോലെ ഇത്തിരിയേ ഉള്ളൂ. അപ്പം പുള്ളി അപ്പം ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്, അപ്പം ഇത് മേടിക്കണ്ടോ വെച്ചിട്ട്. പഴയ സ്റ്റൈലൊക്കെ വീണ്ടും കൊണ്ടുവരുമല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കംഫർട്ട് എന്താണോ ഞാൻ അതാണ് പ്രിഫർ ചെയ്യാറ്. ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. യെസ്, ഇന്നത്തെ കാലത്ത് അതാണ് വേണ്ടത്. വാട്സപ്പ് ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഉണ്ടല്ലോ ഇപ്പം എല്ലാ ചെറിയ ഫോണും ഇപ്പം
ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ ആൻഡ്രോയിഡ് തന്നെയാണ് എല്ലാം ഉള്ളത്.